السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, അൽ ഹാഫിദ് നവവി റഹിമഹുല്ലാ രചിച്ചിട്ടുള്ള അൽ-അർബഊന നവവിയ എന്ന പ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥമാണ് നാം വായിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായി 28 ഹദീസുകളാണ് നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുള്ളത്. 28 ഹദീസുകൾ നാം പൂർത്തീകരിച്ചു, അൽഹംദുലില്ലാ. 29ാമത്തെ ഹദീസാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് വായിക്കാനുള്ളത്. عن معاذ بن جبل رضي الله عنه قال قلت يا رسول الله أخبرني عن عمل يدخلني الجنة ويباعدني عن النار. قال لقد سألت عن عظيم وإنه ليسير على من يسره الله عليه. تعبد الله ولا تشرك به شيئا وتقيم الصلاة وتؤتي الزكاة وتصوم رمضان وتحج البيت. ثم قال لا أدلك على أبواب الخير. الصوم جنة والصدقة تطفئ الخطيئة كما يطفئ الماء النار. وصلاة الرجل من جوف الليل. ثم تلا تتجافى جنوبهم عن المضاجع حتى بلغ يعملون. ثم قال ألا أخبرك برأس الأمر وعموده وذروة سنامه. قلت بلى يا رسول الله. قال رأس الأمر الإسلام وعموده الصلاة وذروة سنامه الجهاد في سبيل الله. ثم قال ألا أخبرك بملاك ذلك كله. قلت بلى يا رسول الله. فأمسك بلسانه وقال كف عليك هذا. قلت وإنا لمؤاخذون بما نتكلم به. قال ثكلتك أمك يا معاذ وهل يكب الناس على وجوههم أو على مناخرهم إلا حصائد ألسنتهم. رواه الترمذي وقال حديث حسن صحيح. വളരെ ശ്രേഷ്ഠതയേറെ ഒരുപാട് പാഠങ്ങൾ അറിയിച്ചിട്ടുള്ള ഒരു ഹദീസാണ് സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഈ പറഞ്ഞിട്ടുള്ളത്. ഇമാം തിർമിദിയും ഇബ്നു മാജയും ഇമാം നസായിയും അതുപോലെ തന്നെ ഇമാം അഹ്മദും ഇമാം ഹാക്കിമും ഒക്കെ സഹീഹാക്കിയിട്ടുള്ള ഹദീസാണിത്. ഈ ഹദീസിൻ്റെ സിഹത്തിൽ തർക്കമില്ല. എന്താണ് ഈ ഹദീസിൽ നമ്മോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഈ ഹദീസ് സംഭവിക്കുന്നത് തബൂക്ക് യുദ്ധവേളയിലാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സഞ്ചരിക്കുകയാണ്. തബൂക്കിൻ്റെ വേളയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കെ ആളുകളെല്ലാം ഇങ്ങനെ മറ്റൊരു വഴിയിലൂടെ സഞ്ചരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മുആദ് റളിയല്ലാഹു അൻഹു ഉണ്ടായി. അദ്ദേഹം ആ സമയം മുതലെടുത്തു. ജീവിതത്തിൽ ചെയ്യേണ്ട ഫർദും സുന്നത്തുമായ പ്രധാനപ്പെട്ട അമലുകളെക്കുറിച്ചൊക്കെ അദ്ദേഹം ചോദിച്ചു മനസ്സിലാക്കിയാണ് ഉണ്ടായിട്ടുള്ളത്. പണ്ഡിതന്മാർ പറയാണ്, നമുക്ക് നല്ല അറിവുള്ളൊരു പണ്ഡിതനെ ലഭിച്ചാൽ നാം ഈ രൂപത്തിലായിരിക്കണം. നമുക്ക് പരലോകത്തേക്ക് ഉപകരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു മനസ്സിലാക്കാൻ നമ്മൾ ശ്രദ്ധ കാണിക്കണം. സഹാബികൾ എപ്പോഴും അങ്ങനെയാണ്. ദൂരദിക്കുകളിൽ നിന്ന് വന്നാലും ശരി, അതല്ല നാടുകളിൽ തന്നെ വസിക്കുന്നവരാണെങ്കിലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം അവർക്ക് ലഭിച്ചാൽ അവരെപ്പോഴും ഖൈറിലേക്ക് മുന്നേറാനുള്ള കർമ്മങ്ങളെക്കുറിച്ചാണ് അവർ ചോദിക്കാറുള്ളത്. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അവർക്ക് സഹായമാകുന്ന കാര്യമാണ് ചോദിക്കാറുള്ളത്. നോക്കൂ, മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചത് യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ. അവരങ്ങനെയാണ് വിളിക്കാറുള്ളത്. യാ നബി അല്ലാഹ്, യാ റസൂൽ അല്ലാഹ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കേണ്ട രീതി. യാ മുഹമ്മദ് എന്ന് വിളിക്കുക എന്നുള്ളത് അദബ് കേടാണ്, പാടില്ലാത്ത കാര്യമാണ്. യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ. അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനി അൽ ജന്നത വയുബാഇദ്നി മിനൻ നാർ. അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കൾ എനിക്കൊരു അമൽ അറിയിച്ചു തരണം. എങ്ങനെയുള്ള അമൽ? അത് യുദ്ഖിലുനി അൽ ജന്ന, എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ സഹായകമാകുന്നതാണ്. വയുബാഇദുനി മിനൻ നാർ, അതേപോലെ നരകത്തിൽ നിന്നും എന്നെ അകറ്റേണ്ടതായ ഒരു പ്രവർത്തനമാണ് എന്നാണ്. ഇവിടെ നമ്മൾ വീണ്ടും നോക്കേണ്ടത്, സഹാബികൾ എപ്പോഴും അവരുടെ പരലോകവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിക്കാറുള്ളത്. അവർക്ക് ദുനിയാവിൽ ഉണ്ടാക്കേണ്ട കച്ചവടത്തിനെക്കുറിച്ചോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മസ്അലകളെക്കുറിച്ചോ അല്ല അവർ പലപ്പോഴും ചോദിച്ചിട്ടുള്ളത്. അവർ ചോദിക്കാറുള്ളതെല്ലാം പരലോകത്തെക്കുറിച്ചിട്ടാണ്. അവരുടെ ഹിമ്മത്തുന് ആലിയ, ഉന്നതമായ അവരുടെ ലക്ഷ്യബോധമാണ് യഥാർത്ഥത്തിൽ നമുക്ക് അവിടെ കാണിച്ചു തരാൻ സാധിക്കുന്നത്, മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ഇന്ന് പല ആളുകളുടെയും നമ്മിൽപ്പെട്ട പലരുടെയും, പ്രത്യേകിച്ച് യുവാക്കളുടെയൊക്കെ
അവരുടെ ഉന്നതമായ ചിന്തയും ശേഷിയും അവർ എത്തിച്ചേരേണ്ട മഹത്തരമായ ലക്ഷ്യത്തെക്കുറിച്ചൊക്കെ അവർ വിസ്മരിച്ചിരിക്കുകയാണ്. പലരുടെയും ചിന്ത ഈ ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്നുള്ളതിലേക്ക് ഒതുങ്ങിപ്പോവുക. ഇവിടെ വലിയൊരു കച്ചവടക്കാരനാകണം, അല്ലെങ്കിൽ ആളുകളൊക്കെ അറിയപ്പെടുന്ന, ഇന്ന് പ്രത്യേകിച്ചും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആകണം, അല്ലെങ്കിൽ ആ രൂപത്തിൽ പലപ്പോഴും യുവാക്കളൊക്കെ ചിന്തിക്കുന്നതാണ്. അതാണ് അവർ ഏറ്റവും വലിയ ലക്ഷ്യമായിട്ടൊക്കെ അവർ കാണുന്നത്. എനിക്ക് ആളുകൾ 4 ആൾ അറിയുന്ന ഒരു സ്ഥാനത്തേക്ക് എത്തുക, അല്ലെങ്കിൽ ആ രൂപത്തിൽ ആ എന്തെങ്കിലുമൊക്കെ ഭൗതികമായിട്ടുള്ളൊരു നിസ്സാരമായ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഒരാളും ഇനി സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ട കാര്യം എന്താണ് എന്ന ചർച്ചകളിൽ പരസ്പരം ഒഴുകുന്നത് നമ്മൾ തീരെ കാണുന്നില്ല. മനുഷ്യന്മാരുടെ ചിന്തകളിൽ അങ്ങനെയുള്ള കാര്യമില്ല. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇപ്പം എന്താ ചെയ്യുക, അതിനെക്കുറിച്ചിട്ട് വേവലാതിയോ ബേജാറോ അതിനുവേണ്ടി എന്താ ഇപ്പം നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ചർച്ചകളോ നമ്മൾ നാട്ടിൽ തീരെ ഇല്ലാതായി പോയിരിക്കുകയാണ്. ആളുകളുടെ കൽബുകളൊക്കെ ദുനിയാവിൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് മാത്രം പരിമിതപ്പെട്ടു പോവുകയാണ്. അതാണ് ചിന്ത. അവിടെ എങ്ങനെ ആളാകാം, അവിടെ എങ്ങനെ ഇന്ന് ലക്ഷ്യം കൈവരിക്കാം, അതിനു വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളോ അതിനു വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉത്ബോധനങ്ങളോ ടിപ്സുകളോ ഉണ്ടെങ്കിൽ ആളുകൾ അതിലേക്ക് ഓടിയെടുക്കുകയാണ്. ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ രൂപത്തിൽ ലക്ഷ്യം നേടാൻ ആളുകൾ പലപ്പോഴും ഉണ്ട്. എന്നാൽ സ്വഹാബികൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിക്കുന്നത് അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനി അൽ ജന്ന വയുബാഇദ്നി മിനന്നാർ, എന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന നരകത്തിൽ നിന്നും അകറ്റുന്നതായ ഒരു അമലാണ് ചോദിക്കുന്നത്. ആരാണ് ചോദിക്കുന്നത്? പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ഖിയാമത്ത് നാളിൽ ഉലമാക്കളുടെ മുന്നിൽ ഒരു പടി സ്ഥാനം മുന്നിലായിക്കൊണ്ട് അണിനിരത്തപ്പെടുന്ന ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹം ഉലമാക്കളുടെ നേതാവാണ്. അങ്ങനെയുള്ള പാണ്ഡിത്യമുള്ള ഒരു സ്വഹാബിയാണ് ഇത് ചോദിക്കുന്നത്. ഇപ്പം എത്ര അറിവുണ്ടെങ്കിലും നമ്മെക്കാളും അറിവുള്ള ആളുകളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉപകരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചോദിക്കുകയും മനസ്സിലാക്കുകയൊക്കെ വേണം. കാരണം എല്ലാ ആളുകളും അറിവ് കുറഞ്ഞ ആളുകൾ മാത്രമാണ്. നമ്മൾ എത്ര പഠിച്ചാലും നമ്മൾ അറിവില്ലാത്തവർ തന്നെയാണ്. നമുക്കറിയാത്ത കാര്യങ്ങളാണ് കൂടുതൽ ഉണ്ടാവുക. നമ്മൾ ആവശ്യക്കാരാണ് കൂടുതൽ. അതുകൊണ്ട് നമ്മൾ നമ്മേക്കാൾ അറിവുള്ള ആളുകളെ കാണുമ്പോൾ അവരിൽ നിന്നും നന്മ സ്വീകരിക്കാൻ, അവരിൽ നിന്നും നന്മ കരസ്ഥമാക്കാൻ എപ്പോഴും പരിശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഈ ഹദീസിൽ നിന്നും പണ്ഡിതന്മാരൊരു ഫായിദയായി പറയുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹം ചോദിച്ചത് എന്താണ്? അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനി അൽ ജന്നത വയുബാഇദ്നി മിനന്നാർ, എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു അമലാണ് അദ്ദേഹം ആദ്യമായി ചോദിക്കുന്നത്. എത്ര മനോഹരമായ, അല്ലെങ്കിൽ എത്ര വലിയ വിജയത്തിൻ്റെ ഒരു താക്കോലാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. കാരണം സൂറത്തു ആലി ഇമ്രാനിൽ അല്ലാഹു തആല പറഞ്ഞത് ഇതാണ്, ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, ആരാണോ നരകത്തിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്, ഫഖദ് ഫാസ്, അവരാണ് വിജയിച്ചത്. ദുനിയാവിൽ ആരാണ് വിജയിച്ചത്? ഇവർ മാത്രമാണ്. ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന, നരകത്തിൽ നിന്നും അകറ്റിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചാൽ അപ്പോഴാണ് നമുക്കൊരാൾ വിജയിയായി എന്ന് പറയാൻ സാധിക്കുന്നത്. മറ്റൊന്നും നമ്മൾ കരസ്ഥമാക്കിയത് കൊണ്ട് വിജയിയാവാൻ സാധിക്കുകയില്ല. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ദുനിയാവിന് വേണ്ടി പരലോക വിജയം അതിനെ നഷ്ടപ്പെടുത്തിയ ആളുകളെ, ദുനിയാവിൻ്റെ വിജയങ്ങൾക്ക് മാത്രം മെനക്കെട്ട് മാറിയിരുന്നവരെ അല്ലാഹു തആല പറയാണ്, വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ദുനിയാവ് എന്ന് പറയുന്നത് വഞ്ചനയുടെ ഉപമ മാത്രമാണ്. നിങ്ങൾ അതെത്ര എത്തിപ്പിടിക്കാൻ നോക്കിയാലും അത് നിങ്ങൾക്ക് സാധിക്കുകയില്ല, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാവുകയില്ല. മനുഷ്യനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്താണ്? മനുഷ്യന് ഒരു വാതി, ഒരു താഴ്വര സ്വർണം കിട്ടിയാലും അവൻ രണ്ടാമത്തേത് ആഗ്രഹിക്കും. അതുകൊണ്ട് ഒരു നിലക്കും ഒരു മനുഷ്യൻ്റെ അത്യാർത്തിയോ സമ്പത്തിനോടുള്ള ആഗ്രഹമോ തീരാൻ പോകുന്നില്ല. ദുനിയാവിൽ ഒരിക്കലും അവൻ എത്തിപ്പിടിക്കാൻ സാധിക്കുകയില്ല. അവൻ എവിടെയെങ്കിലുമൊക്കെ എത്തിയിട്ട് വിശ്രമിക്കാം, അങ്ങനെ മനസ്സിന് സമാധാനം കണ്ടെത്താം, ഒരിക്കലും സാധിക്കുന്ന കാര്യമേ അല്ല. ദുനിയാവ് അത് വഞ്ചനയുടെ രൂപമാണ്. അവനെ വീണ്ടും വീണ്ടും അതിലേക്ക് തന്നെ തള്ളിവിട്ടുകൊണ്ടേയിരിക്കും. അതിൻ്റെ ചതിയുടെ കുഴിയിൽ നിന്നും അവൻ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ദുനിയാവ് കൊണ്ട് ഒരാൾക്കും മനസ്സമാധാനമോ സൗഭാഗ്യമോ ലഭിക്കാനും പോകുന്നില്ല. ആഖിറത്തുള്ള വിശ്വാസവും അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള മഹബ്ബത്തും അല്ലാതെ ഒരാൾക്ക് ദുനിയാവിൽ സന്തോഷം പകരുന്നില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, അല്ലാഹു തആല പറയണം വൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ എന്ന് പറയാം. നോക്കൂടെ അദ്ദേഹം വളരെ കൃത്യമായി ചോദിക്കുന്നു, എന്താണ്? എന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കേണ്ടതും നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതുമായ കാര്യം പറയണമെന്നാണ് പറയുന്നത്. അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനി അൽ ജന്ന. നോക്കൂ, ഇവിടെ അമലുകൾ കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമോ? അമലുകൾ, നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, അത് നമ്മെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ സാധിക്കുമോ? ഇവിടെ പറയുന്നു അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനി അൽ ജന്ന, എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരു അമൽ എനിക്ക് അറിയിച്ചു തരണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സൂറത്തു നഹ്ലിലും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിൻ്റെ കാരണമായിക്കൊണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് മറ്റൊരു ഹദീസിൽ ഇങ്ങനെയും പറയുന്നു,
ലൻ യദ്ഖുല അഹദുൻ അൽ ജന്നത ബിഅമലിഹി, ലൻ യദ്ഖുല അഹദുൻ നിങ്ങളിൽ ഒരാളും പ്രവേശിക്കുകയില്ല അൽ ജന്നത സ്വർഗ്ഗത്തിൽ ബിഅമലി അവന്റെ അമൽ കൊണ്ട്. അപ്പം എങ്ങനെയാണ് ഇത് രണ്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അമൽ കൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സഹീഹായ ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്. ദഈഫായ ഹദീസല്ല, അല്ലെങ്കിൽ നമുക്കത് ദഈഫാണെന്ന് പറഞ്ഞ് മാറ്റിവെക്കാം. എന്നാൽ ഈ ഹദീസിൽ പറയുന്നു അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനി അൽ ജന്ന, എന്നെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതായ ഒരു അമൽ പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ലൻ യദ്ഖുല അഹദുൻ അൽ ജന്നത ബിഅമലി, അമൽ കൊണ്ട് ഒരാളും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. എന്നാണ് സഹോദരങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് പരസ്പരം വൈരുദ്ധ്യമായ കാര്യമല്ല. മറിച്ച് ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ എന്ന് പറഞ്ഞതും, അല്ലെങ്കിൽ അഖ്ബിർനി ബിഅമലിൻ യദ്ഖുലുനി അൽ ജന്ന, എന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കാരണമാക്കുന്ന ഒരു അമൽ പറഞ്ഞു തരണമെന്ന് പറഞ്ഞതും അത് സബബാണ്, ബാഉ സബബിയാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാരണമാണ് എന്ത്? അമൽ എന്ന് പറയുന്നത്. സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു കാരണമാണ് അമൽ എന്ന് പറയുന്നത്. എന്നാൽ ലൻ യദ്ഖുല അഹദുൻ അൽ ജന്നത ബിഅമലി എന്ന് പറഞ്ഞ ആ ബാ, നിങ്ങളുടെ അമൽ കൊണ്ട് നിങ്ങളിൽ ഒരാളും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞ ബാ പണ്ഡിതന്മാർ പറയുന്നു അത് ബാ ഉൽ മുആവദയാണ്. അത് പകരമായിട്ട് ഇങ്ങ് കിട്ടുന്നതല്ല എന്നുള്ളത്. ഒരാളുടെ അമലിന് പകരമായി, സൽക്കർമ്മങ്ങൾക്ക് പകരമായി ലഭിക്കേണ്ട ഒരു കാര്യമല്ല, അങ്ങനെ ലഭിക്കുകയുമില്ല, അങ്ങനെ ഒരാളും പ്രവേശിക്കുകയുമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത് നമ്മൾ ദുനിയാവിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ അള്ളാഹുക്ക് വേണ്ടി പൂർണ്ണമായി മുഴുവനായി സുജൂദ് ചെയ്താൽ പോലും, അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇബാദത്തുകളും നമ്മൾ എല്ലാ നേരവും നിർവഹിക്കുന്നതായാൽ പോലും നമ്മുടെ അമല് മാത്രം തൂക്കിക്കൊണ്ട് ഒരാൾക്കും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. കാരണം എന്താണ്? നമ്മൾ ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം കൂടി കൂട്ടിയാൽ പോലും അള്ളാഹു താല ദുനിയാവിൽ നമുക്ക് നൽകിയ നിസ്സാരമായ ഒരു അനുഗ്രഹത്തിന് പോലും പകരാകുന്നില്ല. പിന്നെ എങ്ങനെയാണ് സ്വർഗം ഒരാൾക്ക് ഈ അമൽ കൊണ്ട് കരസ്ഥമാക്കാൻ സാധിക്കുക? ഒരിക്കലും സാധിക്കുകയില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ് ഒരാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നത്. എന്നാൽ ആർക്കാണ് അള്ളാഹുവിൻ്റെ ഔദാര്യം ഉണ്ടാകുന്നത്? സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഉതകുന്ന കർമ്മങ്ങൾ ചെയ്യുന്നവർക്കാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ഖുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട്, കാരണമായിക്കൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയുന്നത്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ചില കാരണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുണ്ട്. ഏറ്റവും വലിയ കാരണം തൗഹീദാണ്, പിന്നെ നിസ്കാരമാണ്. അതുപോലെ നിർബന്ധമായ കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ടുണ്ട്, അതിനോടൊപ്പം സുന്നത്തായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏറ്റവും വലിയ സ്വർഗത്തെ നിഷിദ്ധമാക്കുന്ന കാര്യങ്ങൾ ഷിർക്കാൻ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ഹറാമുകളാണ്, അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാരണങ്ങൾ തയ്യാറാക്കി വെക്കുക. എങ്കിൽ അള്ളാഹു തആലയുടെ ഔദാര്യം കൊണ്ട് ഒരാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. അതല്ലാതെ നമ്മൾ എത്ര ഇഖ്ലാസുള്ള അമൽ ചെയ്താൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അത് ഒരിക്കലും തന്നെ അവൻ്റെ സ്വർഗത്തിന് പകരമാവാൻ സാധിക്കുകയില്ല. എന്ന് വെച്ചാൽ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിച്ചാലും അത് അള്ളാഹുവിൻ്റെ നീതിയുടെ ഭാഗം മാത്രമാണ്. അള്ളാഹു നീതി മാത്രമായിട്ട് എല്ലാവരെയും വിചാരണ ചെയ്യുകയാണെങ്കിൽ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും നരകത്തിൽ പ്രവേശിക്കുന്നവർ തന്നെയായിരിക്കും. കാരണം അമൽ കൊണ്ട് ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. പിന്നെ എങ്ങനെയാണ് ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്? അത് അവർ അള്ളാഹു തആലയുടെ ഔദാര്യം കൊണ്ട് മാത്രമാണ്. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിച്ചിട്ടുണ്ട്, വലാ അൻത യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ താങ്കളും അങ്ങനെ തന്നെയാണോ? താങ്കളുടെയും അമൽ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലേ? അവിടുന്ന് പറഞ്ഞതല്ല, എൻ്റെ അമലുകൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത്, കാരുണ്യം എന്നെ മൂടിപ്പൊതിഞ്ഞിട്ടല്ലാതെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹിൻ്റെ കാരുണ്യം മുഴുവൻ എന്നെ പൊതിഞ്ഞിട്ടാണ് എനിക്ക് പോലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത് എന്നാണ്. അപ്പോൾ ആ രണ്ട് കാര്യം നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. സ്വർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് അതിൻ്റെ കാരണമാണ് നമ്മുടെ സൽക്കർമ്മങ്ങൾ, അമലുകൾ. എന്നാൽ നമ്മുടെ അമലുകൾക്ക് പകരമായി ലഭിക്കേണ്ട നമ്മുടെ ഒരു അവകാശമൊന്നുമല്ല സ്വർഗം എന്ന് പറയുന്നത്. അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. എന്നാൽ ഒരാൾ നരകത്തിൽ പ്രവേശിക്കുന്നുണ്ടെങ്കിലോ അത് അള്ളാഹുവിൻ്റെ നീതി മാത്രമാണ്. അള്ളാഹുവിൻ്റെ നീതിയുടെ റിസൾട്ടാണ്, അതിൻ്റെ നതീജത്താണ് ഒരാൾക്ക് നരകം കിട്ടുക എന്ന് പറയുന്നത്. എന്നാൽ സ്വർഗം അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനി അൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ടതായ ഒരു അമൽ. ഇനി ഇവിടെ വേറെ ചില ആളുകൾ പറയാറുണ്ട്, സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാൻ പാടില്ല, അതല്ല തൗഹീദ് എന്ന് പറയുന്ന ചില സൂഫിയാക്കളൊക്കെ കാണാൻ സാധിക്കും. സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ പണിയെടുക്കാൻ പാടില്ല, അപ്പോൾ നിങ്ങൾക്ക് തൗഹീദില്ല. നിങ്ങൾ അള്ളാഹിനെ കിട്ടാൻ വേണ്ടി പണിയെടുക്കണം, ആ രൂപത്തിലൊക്കെ സംസാരിക്കും. അള്ളാഹിൻ്റെ തൃപ്തിക്ക് വേണ്ടി പണിയെടുക്കണം, സ്വർഗം ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. അങ്ങനെ ആഗ്രഹിച്ചാൽ പോയി, അതൊരു തരത്തിൽ ഷിർക്കാണ് എന്നുവരെ അവർ പറഞ്ഞു കളയും. എന്നാൽ സഹോദരങ്ങളെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതായ അമലാണ് പറഞ്ഞു കൊടുക്കുന്നത്. അവിടുന്ന് ഒരിക്കലും സ്വർഗം ആഗ്രഹിക്കരുത് എന്ന് സഹാബിയോട് പറഞ്ഞിട്ടില്ല. ചോദിച്ചപ്പോൾ
അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ അമലുകൾ ചെയ്തുകൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുക എന്നാണ് പറഞ്ഞത്. സ്വർഗ്ഗം ആഗ്രഹിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. കാരണം അത് ഒരാൾക്ക് സ്വർഗം ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ സൽക്കർമ്മം ചെയ്താൽ അത് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരാൾ അമലുകൾ ചെയ്താൽ അത് ചെയ്യേണ്ടത് തന്നെയാണ്. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഒരാൾ ചെയ്താൽ അതും ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇത് മൂന്നും ശറഅ് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതല്ലാതെ സ്വർഗം ഒരാൾ ആഗ്രഹിച്ചുകൊണ്ട് അമൽ ചെയ്യുക എന്ന് പറയുന്നത് അത് തെറ്റായ ഒരു കാര്യമേ അല്ല. അത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. പരിധി വിട്ട ആളുകൾ ഒരു പക്ഷേ ആ നിലക്ക് പലതും വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ അവരുടെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ യാതൊരു ബന്ധവും ഇതുമായി കാണാൻ സാധിക്കുകയുമില്ല. നരകത്തിലേക്കുള്ള പ്രവർത്തനമാണ് പലപ്പോഴും അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയോട് പറഞ്ഞു, ലഖദ് സഅൽത അൻ അളീം, നീ വമ്പിച്ചൊരു കാര്യമാണ് ചോദിച്ചിട്ടുള്ളത് എന്നാണ്. ഇതിൻ്റെ രണ്ട് രീതിയിൽ വ്യാഖ്യാതാക്കൾ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അഥവാ ഒന്ന്, നീ ചോദിച്ചത് വമ്പിച്ച കാര്യമാണ്, അഥവാ ദുഖൂലുൽ ജന്ന വൻ നജാതു മിനന്നാർ, സ്വർഗ്ഗപ്രവേശനവും നരകമോചനവും നീ ചോദിച്ച വലിയൊരു കാര്യം തന്നെയാണ് എന്ന രൂപത്തിലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. വേറെ ചില ഉലമാക്കൾ പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലഖദ് സഅൽത അൻ ഷൈഇൻ അളീമിൻ യഹ്താജു ഇലാ സബ്ർ വയഹ്താജു ഇലാ തഅബ്, നീ ചോദിച്ചത് വലിയൊരു കാര്യമാണ്, വലിയ ക്ഷമയും വലിയ ക്ഷീണിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, നീ ഒരുപാട് അധ്വാനിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് ഒരുപാട് ക്ഷമ ഒരാൾക്ക് അത്യാവശ്യമാണ്. നന്നായി ക്ഷീണിക്കേണ്ടി വരും, പണിയെടുക്കേണ്ടി വരും. അങ്ങനെ ഒരു കാര്യമാണ് ചോദിച്ചിട്ടുള്ളത് എന്നാണ്. രണ്ട് രൂപത്തിൽ പറഞ്ഞത് കാണാം. സ്വർഗ്ഗപ്രവേശനം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടലും അത് വലിയൊരു കാര്യമാണ്. അതല്ലെങ്കിൽ വലിയ ക്ഷമ അതിന് വേണ്ടതുണ്ട്. അതുകൊണ്ട് അത് വലിയൊരു കാര്യമാണ് അൻ അളീം എന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു എന്നറിയിക്കാണ്. കാരണം സ്വർഗ്ഗത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്താണ്, ഹുജിബത്തിൽ ജന്നത്തു ബിൽ മക്കാരിഹ്, സ്വർഗം അത് മറച്ചു വെക്കപ്പെട്ടിരിക്കുന്നത് ഒരുപാട് മക്കാരിഹുകൾ കൊണ്ടാണ്. നമുക്ക് താല്പര്യമില്ലാത്ത ഒരുപാട് പ്രയാസങ്ങൾ, ആളുകൾ പൊതുവെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ് സ്വർഗത്തെ മറച്ചു വെച്ചിട്ടുള്ളത്. അവൻ എഴുന്നേറ്റ് നിസ്കരിക്കേണ്ടതുണ്ട്, നോമ്പെടുക്കേണ്ടതുണ്ട്, അവൻ അധ്വാനിച്ചുണ്ടാക്കി സമ്പത്ത് കൊടുക്കേണ്ടതുണ്ട്. മനുഷ്യൻ്റെ പ്രകൃത പ്രകാരം പലതും അവൻ താല്പര്യം ആദ്യം നിലക്ക് ഉണ്ടാവുകയില്ല. എന്നാൽ സ്വർഗം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ആ മക്കാരിഹുകളായ കാര്യങ്ങളെല്ലാം നീക്കിക്കൊണ്ട് അവൻ്റെ ദേഹേച്ഛകളോട്, നഫ്സിനോട് ജിഹാദ് ചെയ്ത് പോരാടിക്കൊണ്ട് ഒരാൾ രക്ഷപ്പെട്ടാൽ ആ മറ നീക്കിക്കൊണ്ട് അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വഹുജിബത്തിന്നാറു ബിശ്ശഹവാത്ത്, നരകത്തെ മൂടിപ്പൊതിഞ്ഞിരിക്കുന്നത് ദേഹേച്ഛകൾ കൊണ്ടാണ്. ദേഹേച്ഛകൾ എല്ലാവർക്കും ഉണ്ടാകും. ആ ദേഹേച്ഛകളിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനപ്പുറത്തെ നരകത്തിലേക്കാണ് അവൻ വീണുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം സബർ ആവശ്യമുള്ള, അത്യാവശ്യം തഅബ്, ക്ഷീണം ആവശ്യമുള്ള ഒരു കാര്യമാണ്. ലഖദ് സഅൽത അൻ അളീം, നീ ചോദിച്ചത് വലിയൊരു കാര്യമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അവിടെ പ്രയാസപ്പെടുത്തിയിട്ടില്ല. ചോദിച്ച വ്യക്തിയെ അയാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. പിന്നീട് അവിടുന്ന് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്, വഇന്നഹു ലയസീറുൻ അലാ മൻ യസ്സറഹു അല്ലാഹു അലൈഹി, എന്നാൽ അതെല്ലാവർക്കും പ്രയാസമല്ല. സ്വർഗ്ഗപ്രവേശനം, നരകത്തിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളത് ഇന്നഹു ലയസീർ, എന്നാൽ അത് എളുപ്പം തന്നെയാണ്. അലാ മൻ യസ്സറഹു അല്ലാഹു ലഹു, അലാ മൻ യസ്സറഹു അല്ലാഹു അലൈഹി, ആർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കുന്നത് അവർക്ക് എന്ന്. അപ്പം എന്തുകൊണ്ടാണ് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം എളുപ്പമാക്കുന്നവർക്ക് എളുപ്പമാണ്, അള്ളാഹുവിൻ്റെ എളുപ്പം ലഭിക്കുന്നവർക്ക് എളുപ്പമാണ് എന്ന് പറയാൻ കാരണം പണ്ഡിതന്മാർ പറയുന്നു രണ്ട് കാര്യമാണ്. ഒന്ന്, സ്വർഗത്തിലേക്കുള്ള പ്രവേശനം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമാണ്. ഒരാൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കുക എന്നുള്ളതാണ്. ഇസ്ലാം ആകട്ടെ അതിൻ്റെ മുഴുവനും എളുപ്പമുള്ള കാര്യമാണ്. ഇസ്ലാം മുഴുവനും എളുപ്പമുള്ള കാര്യമാണ്. അള്ളാഹു തആല പറഞ്ഞല്ലോ, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, അള്ളാഹു നിങ്ങൾക്ക് ഞെരുക്കം ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഒരാൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിച്ചാൽ അവൻ എളുപ്പം തന്നെയാണ് എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവാണ് ഒരാൾ ഇസ്ലാമിലേക്ക് അതിൻ്റെ അമലുകളുടെ പ്രയാസം കാരണത്താൽ ഒരിക്കലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അവന് അത് തടസ്സമായി തീരുകയില്ല. കാരണം പ്രയാസം ഉണ്ടാക്കുന്ന ഒരു അമലും ഒരാൾക്കില്ല. വലിയൊരു പുറത്തിൻ്റെ അപ്പുറത്ത് കയറി അങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലില്ല. അല്ലെങ്കിൽ ആ രൂപത്തിൽ മനുഷ്യ ശരീരത്തിന് വളരെയധികം ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ചെയ്യേണ്ടതായ ഒരു കർമ്മവും ദീനിൽ ഇസ്ലാമിലില്ല. മറിച്ച് ഒരാൾക്ക് ശക്തമായ ഇറാദത്ത് വേണം, അയാൾക്കൊരു ചിന്താശേഷി വേണം, ഒരു കാര്യം ചെയ്യണമെന്നുള്ള ഉറച്ച ഇച്ഛാശക്തി ഒരാൾക്കുണ്ടാകണം. ഒരാൾക്ക് ഇച്ഛാശക്തി ഉണ്ടാകണം, അതാണ് ആവശ്യം. എന്നാൽ കുതിർത്ത് കൊണ്ട് ഒരാൾക്കും എന്തില്ല, പ്രയാസമില്ല. എല്ലാവർക്കും കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് ദീനുൽ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്. കഴിയാത്തൊരു കാര്യമാണ് എനിക്കതിപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റുക, നിസ്കരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എത്ര കഷ്ടപ്പാടാണ് എന്ന് പറയുന്നൊരു നിസ്കാരം ദീനിലില്ല. നോമ്പെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ, അല്ലെങ്കിൽ ഫജറിൻ്റെ ഉദയം മുതൽ സൂര്യാസ്തമയം വരെ നോമ്പെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എത്ര വലിയ പ്രയാസമാണ്. അങ്ങനെ ഒരു അമലില്ല ദീനുൽ ഇസ്ലാമിൽ. ഒരാൾക്കും മനുഷ്യർക്ക് ചെയ്യാൻ സാധിക്കാത്തതായ അമലില്ല. കുദ്റത്ത് കൊണ്ട് എല്ലാവർക്കും കഴിയും, പക്ഷേ ഇറാദത്ത് വേണം. അത് ചെയ്യാനുള്ള
ഇച്ഛാശേഷിയും ഇച്ഛാശക്തിയും ഒരാൾക്കുണ്ടാകണം. അവിടെയാണ് അവൻ എന്ത് ചെയ്യുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് എളുപ്പം നൽകിയിട്ടുണ്ടെങ്കിൽ, അവന് എളുപ്പമുണ്ടാകും എന്ന് പറയുന്നത്. രണ്ടാമതായി അവർ പറയുന്നത്, ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് എളുപ്പം നൽകിയാൽ, ഒരാൾ സിദ്ഖ് കാണിച്ചാൽ, അവൻ്റെ നീയത്തുകളിൽ ഒരാൾക്ക് സത്യസന്ധതയോടുകൂടി ചെയ്യണം ഒരു കാര്യം ആഗ്രഹിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് എളുപ്പം നൽകും എന്നുള്ളതാണ്. ഫമൻ സദഖല്ലാഹ് സദഖഹുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവൻ സത്യസന്ധമായി അവൻ വിശ്വസിച്ചു, അള്ളാഹു തആലയുടെ ദീനിന്റെ കാര്യത്തിൽ അവൻ സത്യസന്ധതയോടുകൂടി ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ അള്ളാഹു അത് ചെയ്തു കൊടുക്കുക തന്നെ ചെയ്യും. അത് ഏത് കാര്യമാണെങ്കിലും ശരി. സ്വർഗത്തിൽ പ്രവേശിക്കണം എന്നൊരാൾ ആത്മാർത്ഥമായി സത്യസന്ധതയോടുകൂടി നീയത്താക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ അങ്ങനെ ആ നീയത്തുള്ളവൻ അതിനു വേണ്ടിയിട്ടുള്ള പണിയെടുക്കും. അങ്ങനെ പണിയെടുക്കാൻ ഒരാൾ ആരംഭിക്കുക വഴി അള്ളാഹു തആല അവന് എളുപ്പം നൽകിക്കൊണ്ടേയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും അറിവ് അന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ, വഴിയിൽ നിന്ന് കണ്ണ് കാണാതെ ഒരാൾ തപ്പിക്കളിക്കുന്നതിനാണ് ഇൽതമസ എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെ ഒരാൾ കഷ്ടപ്പെട്ടൊരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ തന്നെ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പമായി കൊടുക്കും. പക്ഷെ അവൻ ഇഖ്ലാസോടുകൂടി സിദ്ഖ് വേണം. എന്തിനാണ് ഈ പഠിക്കുന്നത്? സ്വർഗം കിട്ടാനാണ്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനാണ് ഈ പഠിക്കുന്നത്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഈ പഠിക്കുന്നത്. അള്ളാഹുവിൻ്റെ ദീൻ എന്ന് പറയുന്ന ഇൽമു കൊണ്ട് എനിക്ക് ഈ ദുനിയാവിൽ എന്ത് ചെയ്യണം? ഈ ഫിത്നകൾക്കിടയിൽ രക്ഷപ്പെടാൻ ഇതെനിക്കൊരു മാർഗമായി, ഒരു കവചമായി തീരണം എന്ന ആഗ്രഹത്തോടു കൂടി അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കുന്നു, ഹദീസുകൾ പഠിക്കുന്നു. ഇങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് പരലോകത്തെ മാത്രം ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും. അതാണ് ഈ പറഞ്ഞത്, ഇന്നഹു ലയസീറുൻ അലാ മൻ യസ്സറഹുല്ലാഹു അലൈഹി. അള്ളാഹുവിൻ്റെ സഹായം ലഭിച്ച ആളുകൾക്ക് അത് എളുപ്പം തന്നെയാണ്. അത് ദീനുൽ ഇസ്ലാമിൽ സ്വർഗത്തിൽ പ്രവേശിക്കേണ്ട കാര്യങ്ങളിലൊന്നും ഒരാൾക്കും ഒരു പ്രയാസമില്ല. ഷെയ്ഉൻ അലീം എന്ന് പറഞ്ഞ് ഒരാളുടെ ഇറാദത്ത് വേണം. അതാണ്, ഒരാൾക്ക് ഉറച്ച ഇച്ഛാശക്തി വേണം. അത് പേടിയോടുകൂടി അവൻ അതിലേക്ക് എന്ത് ചെയ്യണം? സൽക്കർമ്മങ്ങളിലേക്ക് മുന്നേറേണ്ടതുണ്ട്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാര്യങ്ങളായി സ്വഹാബിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. തഅബുദുല്ലാഹ് വലാ തുശ്രിക് ബിഹി ഷൈഅ. ഒന്നാമത്തെ കാര്യം ഏറ്റവും അടിസ്ഥാനമാണ് പറഞ്ഞിട്ടുള്ളത്. തഅബുദുല്ലാഹ്, നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. വലാ തുശ്രികു ബിഹി ഷൈഅ, നീ വലാ തുശ്രിക് ബിഹി ഷൈഅ, അള്ളാഹുവിൽ നീ എന്ത് ചെയ്യാൻ പാടില്ല? പങ്കു ചേർക്കാൻ പാടില്ല എന്നുള്ളത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല എന്നുള്ളത്. എല്ലാ നിലക്കുള്ള ഷിർക്കിൽ നിന്നും ഒരാൾ വിട്ടു നിൽക്കുക എന്നത് മാത്രമാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാര്യം. തൗഹീദില്ലാത്ത ഒരാൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ കാര്യം പറയുന്നത്. അല്ല, പലരും അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് ഈ മുൻഗണനാക്രമത്തെ തെറ്റിക്കുന്നത് കാണാൻ സാധിക്കും. തൗഹീദിന് ആദ്യം പറയുകയില്ല, അതിനുശേഷമുള്ള കാര്യങ്ങൾ നിസ്കാരം തൊട്ട് ആരംഭിക്കുന്നവരുണ്ടാകും. അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള സാമൂഹ്യ മേഖലകളിൽ നമുക്ക് അവിടെ ഇസ്ലാമിൻ്റെ മാനം എന്താണെന്ന് ആളുകളെ പഠിപ്പിക്കാം. അങ്ങനെ ഇസ്ലാമിനെക്കുറിച്ച്, ഇസ്ലാം ഈ ഒരു പറയുന്ന രംഗങ്ങളിലെല്ലാം മികച്ചു നിൽക്കുന്നു എന്ന് കണ്ടാൽ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊള്ളും എന്നൊക്കെ സ്വന്തം ബുദ്ധിയിൽ ചിന്തിച്ചുകൊണ്ട് തൗഹീദിൻ്റെ ദഅവത്ത്, അള്ളാഹുവിലേക്ക് മാത്രം നിങ്ങൾ ഇബാദത്തുകൾ അർപ്പിക്കുക, നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളെ പടച്ച അള്ളാഹുവിനെ മാത്രമാണ് എന്ന പരമപ്രധാനമായ അമ്പിയാക്കൾ മുഴുവനും ആരംഭിച്ച അവർ പറഞ്ഞ ആ കാര്യത്തെ അവരെന്ത് ചെയ്യുകയാണ്? പിന്തിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ട ആദ്യം പറഞ്ഞു കൊടുത്തത് എന്താണ്? തഅബുദുല്ലാഹ് വലാ തുശ്രിക് ബിഹി ഷൈഅ, നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം, അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. ആരോടാണ് ഈ പറയുന്നത്? ഒരു സ്വഹാബിയോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിയാണ്, എൻ്റെ കൂടെ തന്നെ ഉള്ള ആളല്ലേ, ഒരുപാട് അറിവുള്ള ആളല്ലേ, അതുകൊണ്ട് അവരോടൊന്നും തൗഹീദ് ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്നാണ്? അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബികളോട് തന്നെ എന്നും തൗഹീദിൻ്റെ വചനങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു. കാരണം അവർ ആവശ്യക്കാരാണ്, അവർക്ക് ശേഷമുള്ളവരും ആവശ്യക്കാരാണ്, ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകളൊക്കെ തൗഹീദിന് ആവശ്യക്കാരാണ്. അതുകൊണ്ട് ആദ്യം പറഞ്ഞു കൊടുത്തത് അള്ളാഹിനെ മാത്രം ഇബാദത്ത് ചെയ്യേണ്ട ആ കാര്യത്തിൻ്റെ പ്രാധാന്യമാണ്. തഅബുദുല്ലാഹ് വലാ തുശ്രിക് ബിഹി ഷൈഅ, നീ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, മറ്റൊന്നിനെയും നീ ആരാധനകളിൽ പങ്കു ചേർക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് നോക്കൂ, എന്താണ് അർക്കാനുൽ ഇസ്ലാമിൽപ്പെട്ട ബാക്കി കാര്യങ്ങളാണ്. തുഖീമുസ് സലാ വ തുഅതി സകാ വ തസൂമു റമളാൻ വ തഹജ്ജുൽ ബൈത്ത്. അത് ഇസ്ലാം കാര്യങ്ങൾ അഞ്ചോടെ പറഞ്ഞു കൊടുക്കാൻ. ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തെ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, അതാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത് പറയുന്നത് തുഖീമുസ് സലാ, നിസ്കാരം നിലനിർത്തുക. മൂന്നാമത് പറയുന്നത് തുഅതി സകാ, സകാത്ത് കൊടുക്കുക. നാലാമത് വ തസൂമു റമളാൻ, റമളാനിലെ നോമ്പ് പൂർണ്ണമായി അനുഷ്ഠിക്കുക. വ തഹജ്ജുൽ ബൈത്ത്, എന്ത് ചെയ്യണം? നീ ഹജ്ജ് ചെയ്യണം. അത് മറ്റു റിവായത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനിസ്തതഅത ഇലൈഹി സബീല, അള്ളാഹു അതിലേക്ക് മാർഗ്ഗം നിനക്ക് എളുപ്പമാക്കി നൽകിയാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അർക്കാനുൽ ഇസ്ലാമിൽപ്പെട്ട ഈ കാര്യങ്ങൾ പറയാൻ, ഇതിൻ്റെ വിശദീകരണം നമ്മൾ നേരത്തെ ഹദീസ് ജിബ്രീൽ രണ്ടാമത്തെ ഹദീസിൽ വിശദമായിട്ട് തന്നെ സഹോദരങ്ങളെ
പറഞ്ഞിട്ടുണ്ട്, അത് ആവർത്തിക്കുന്നില്ല. അപ്പം ആദ്യം ഒരു മുഅ്മിൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ള മുൻഗണനാക്രമം പറഞ്ഞു കൊടുക്കുകയാണ്. ആദ്യം 5 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ തൗഹീദിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. ഷിർക്കിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കുക. അത് നിങ്ങളുടെ ദീനുൽ ഇസ്ലാമിൽ നിങ്ങൾ മുസ്ലിമായി തുടരാൻ അടിസ്ഥാനപരമായ കാര്യമാണ്. പിന്നീട് നിങ്ങൾ നിസ്കാരം നിലനിർത്തുക. നിസ്കാരമില്ലാത്തവന് ഇസ്ലാമില്ല, നിസ്കരിക്കാത്തവന് ഇസ്ലാമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. സാമ്പത്തികമായ കഴിവുള്ള ആളുകൾ സക്കാത്തും കൊടുക്കണം, ഹജ്ജും ചെയ്യണം. റമളാൻ മാസത്തിൽ ആരോഗ്യമുള്ള ആളുകൾ അവർ പൂർണ്ണമായി നോമ്പനുഷ്ഠിക്കുകയും വേണം. ഈ 5 കാര്യങ്ങളും സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ. അത് പറഞ്ഞു കൊടുത്തു. പിന്നീട് അവിടുന്ന് പറഞ്ഞു സുമ്മ ഖാല അല അദുല്ലുക അല അബ്വാബിൽ ഖൈർ. ഇനിയും ഖൈറിൻ്റെ വാതിലുകൾ ഈ 5 എണ്ണത്തിൽ ഒതുങ്ങുന്നില്ല. ഖൈറിൻ്റെ വാതിലുകൾ, നന്മയുടെ കവാടങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. അതൊക്കെ ഞാൻ അറിയിച്ചു തരട്ടെയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. ഇവിടെ ഹദീസിൻ്റെ റിപ്പോർട്ടുകൾ എടുത്തു നോക്കുന്ന സമയത്ത് സ്വഹാബി അതേ എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നില്ല. സാധാരണഗതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചോദിച്ചാൽ ബലാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ അതേ പറയണം എന്ന രൂപത്തിൽ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഈ ഹദീസിൻ്റെ വാചകങ്ങളിൽ എവിടെയും സ്വഹാബി അങ്ങനെ ഒരു മറുപടി പറയുന്നത് കാണാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണത്? പണ്ഡിതന്മാർ പറയുന്നു 2 കാരണങ്ങളാണ്. ഒന്ന്, അറിയപ്പെട്ട ചില കാര്യങ്ങൾ ഇഖ്തിസാറിന് വേണ്ടി, അഥവാ റാവി എന്ത് ചെയ്യും, അത് ചുരുക്കി പറയുന്നതിന് വേണ്ടി ചിലപ്പോൾ ഒഴിവാക്കാറുണ്ട്. അങ്ങനെ ഒഴിവാക്കിയതായിരിക്കും. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം പറയുന്നതിന് മുമ്പ് തന്നെ ചോദ്യം ചോദിച്ചുടനെ ഉത്തരം പറയുകയാണ്. എന്തിന്? ആ ഉത്തരത്തിൻ്റെ പ്രാധാന്യം അത്രയാണ്. അല്ല, ഒരാൾ ഉത്തരം പറയുന്നതിന് മുമ്പ് തന്നെ അത് അങ്ങോട്ടേക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ചോദിച്ച ആൾ തന്നെ ഉത്തരം പറഞ്ഞു കൊടുക്കണം. അത്രയും പ്രാധാന്യമുള്ള കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്ന് സ്വഹാബിക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുന്ന് തന്നെ ഉത്തരം കിട്ടുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യാണ്, അവിടുന്ന് ചോദ്യത്തിൻ്റെ അതേ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് ഉത്തരം പറയുകയാണ് എന്നാണ്. പിന്നീട് നോക്കൂ, ഫർളായ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അതേ ഇനത്തിൽപ്പെട്ട സുന്നത്തായ ഓരോ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒന്നാമതായി പറഞ്ഞത് എന്താണ്? അസ്സൗമു ജുന്നത്തുൻ. സൗം, നോമ്പെന്ന് പറയുന്നത് പരിചയമാണ്, ജുന്നത്താണ് എന്ന് പറയാം. എന്തിൽ നിന്നാണ് നോമ്പ് പരിചയമായിട്ടുള്ളത്? നോമ്പ് 3 കാര്യങ്ങളിൽ നിന്നും പരിചയമാണ് എന്ന് ഹദീസുകളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്ന്, നോമ്പ് നരകശിക്ഷയിൽ നിന്നും പരിചയമാണ്. ചില റിവായത്തിൽ അസ്സൗമു ജുന്നത്തും മിനന്നാർ. സൗം എന്ന് പറയുന്നത്, നോമ്പ് എന്ന് പറയുന്നത് നരകത്തിൽ നിന്നും ഒരാൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹിഹ ഹദീസ. അസ്സൗമു ജുന്നത്തും മിൻ അദാബില്ലാഹ്. അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും ഒരാൾക്ക് പരിചയമാണ് നോമ്പെന്ന് അതും ഹദീസിൽ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തേത് സഹോദരങ്ങളെ, നോമ്പ് മോശപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്നും നമുക്കൊരു പരിചയമാണ്. നമ്മുടെ സൽ സ്വഭാവത്തെ കാത്തു സൂക്ഷിക്കാൻ, നമുക്ക് മോശപ്പെട്ട സ്വഭാവങ്ങൾ നമ്മളിലേക്ക് പകരാതിരിക്കാൻ നോമ്പുകാരനെ അത് സഹായിക്കുമെന്നുള്ളതാണ്. കാരണം നോമ്പുകാരന് ചില കൽപ്പനകളുണ്ട് അവൻ്റെ നോമ്പ് സംരക്ഷിക്കാൻ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അസ്സിയാമു ജുന്ന ഫഇദാ കാന യൗമു സൗമി അഹദിക്കും ഫലാ യർഫുസ് വലാ യസ്ഖബ്. നിങ്ങൾ നോമ്പ് ഒരു പരിചയമാണ്. നിങ്ങളൊരാൾ നോമ്പുകാരനായാൽ നിങ്ങൾ ഒച്ചയിടാനോ അതേപോലെ തന്നെ കയർത്ത് സംസാരിക്കാനോ മോശം സംസാരിക്കാനോ മ്ലേച്ഛതകൾ സംസാരിക്കാനോ ഒന്നും പാടില്ല. ഫൈൻ സാബഹു അഹദുൻ ഔ ഖാതല. ഇങ്ങോട്ടൊരാൾ ചീത്ത പറഞ്ഞാലും നിങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ പോലും അവനോട് പറഞ്ഞ് മാറി നിൽക്കണം. ഇന്നീ സായും നോമ്പുകാരനാണെന്ന് പറയണം. അത് മോശപ്പെട്ട സ്വഭാവങ്ങളിലേക്ക് പോകാതിരിക്കാൻ നോമ്പ് വർദ്ധിപ്പിക്കുന്ന ആളുകൾക്ക് അത് സഹായകമാകുമെന്നാണ്. അപ്പോൾ മോശം സ്വഭാവങ്ങളിൽ നിന്നുള്ള ഒരു പരിചയം കൂടിയാണ് നോമ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് തിന്മകളിൽ നിന്നുള്ള പരിചയമാണ്. തിന്മകൾ ഒരാൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും യുവാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് യാ മഅ്ശറ ശബാബ്, അല്ലയോ യുവ സമൂഹമേ, മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്. കല്യാണം കഴിക്കാനുള്ള പാകമെത്തിയാൽ നീ വേഗം കല്യാണം കഴിച്ചുകൊള്ളുക. ഫഇന്നഹു അഗദ്ദു ലിൽ ബസർ വഅഹ്സനു ലിൽ ഫർജ്. കാരണം ലൈംഗിക അവയവത്തിന് സുരക്ഷയായിരിക്കുന്നതും കണ്ണ് താഴ്ത്താനൊക്കെ ഏറെ സഹായിക്കുന്നത് ഒരാൾ ഒരു കല്യാണം കഴിക്കുമ്പോഴാണ്. ഫമൻ ലം യസ്തതി, അത് സാധിക്കുന്നില്ലെങ്കിൽ ഫഅലൈഹി ബിസ്സൗം ഫഇന്നഹു ലഹു വിജാ. അവൻ നോമ്പ് വർദ്ധിപ്പിച്ചു കൊള്ളട്ടെ, അവൻ നോമ്പെടുത്തു കൊള്ളട്ടെ, അത് അവനൊരു മറയായിത്തീരും, രക്ഷയായിത്തീരും എന്ന് പറയാം. അപ്പോൾ നോമ്പെന്ന് പറയുന്നത് നരകശിക്ഷയിൽ നിന്നുള്ള ഒരു പരിചയമാണ്. നോമ്പെന്ന് പറയുന്നത് മോശം സ്വഭാവങ്ങളിൽ നിന്ന് ഒരു പരിചയമാണ്. നോമ്പെന്ന് പറയുന്ന തിന്മകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു പരിചയമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത്. അസ്സൗമു ജുന്ന. അപ്പോൾ ഫർളായ റമളാൻ മാസത്തിലെ നോമ്പല്ല ഇവിടെ പറയുന്നത്. കാരണം അത് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. തസൂമു റമളാൻ എന്നാദ്യമേ പറഞ്ഞു കഴിഞ്ഞു. പിന്നീടാണ് അബ്വാബുൽ ഖൈർ, നന്മയുടെ വാതിലുകൾ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് സുന്നത്തായ നോമ്പുകൾ കൂടി ഫർളിനോടൊപ്പം നീ വർദ്ധിപ്പിക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നീട് പറയുന്നത് സ്വതക്കയുടെ കാര്യമാണ്. അഥവാ ഫർളായ സക്കാത്തിന് ശേഷം ബാക്കിയുള്ള സ്വതക്കകളെ കുറിച്ച്, ഫർളായ സക്കാത്തിനെ കുറിച്ച് മുകളിൽ പറഞ്ഞു. ശേഷം പറയുന്നു വസ്സദഖതു തുത്ഫിഉൽ ഖതീഅത കമാ യുത്ഫിഉൽ മാഉൻ നാർ.
ഒരു ഉദാഹരണ സഹിതമാണ് സ്വതക്ക കൊണ്ട് ലഭിക്കുന്ന നേട്ടത്തെക്കുറിച്ച് പറയുന്നത്. സ്വതക്ക അത് തീ വെള്ളത്തെ അണക്കുന്നത് പോലെ സ്വതക്ക പാപങ്ങളെ അണച്ചു കളയുമെന്നുള്ളതാണ്. തീയെ എങ്ങനെയാണ് വെള്ളം അണക്കുന്നത് എന്നുള്ളത് ഓരോരുത്തരുടെയും ദൃശ്യഭാവനയിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, അവർ കണ്ടറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. തീ ആളിപ്പടരുമ്പോൾ അവിടെ വെള്ളം ഒഴിക്കുമ്പോൾ തീ അണഞ്ഞണഞ്ഞ് പോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ എത്ര വെള്ളം നനക്കുന്നു അത്രയും അത് അണഞ്ഞണഞ്ഞ് പോകുന്നുണ്ട്. അതേപോലെ ഒരു മനുഷ്യൻ ചെയ്യുന്ന തിന്മകൾ അത് തീ പോലെ ചൂടുള്ളതാണ്, അല്ലെങ്കിൽ അവനെ തീയിലേക്ക് പതിപ്പിക്കാൻ കാരണമാക്കുന്ന കാര്യമാണ്. സ്വതക്കകൾ കൊണ്ട് ആ തീ അണക്കേണ്ടതുണ്ട് എന്നാണ്. ഫത്തകുന്നാർ വലോ ബിശിഖി തംറ, നിങ്ങളൊരു കാരക്കച്ചീളിൻ്റെ പകുതി കൊണ്ടെങ്കിലും നരകശിക്ഷയിൽ നിന്നും നരകത്തീയിൽ നിന്നും രക്ഷപ്പെടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്വതക്കകൾ കൊണ്ട് ഒരാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ചെയ്തു പോയിട്ടുള്ള തിന്മകളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. കാരണം ചെയ്തു പോയ തിന്മകൾക്ക് ഒരുപാട് ആഖിബത്തുകൾ, മോശം പര്യവസാനങ്ങളൊക്കെ ഉണ്ട്. ദുനിയാവിലുണ്ട്, ആഖിറത്തിലുണ്ട്. തിന്മകൾക്കുള്ള മോശം പര്യവസാനം എന്ന് പറയുന്നത് നമ്മൾ ഭയപ്പെടുത്തുന്ന കാര്യമാണ്. ഒരാൾ ഒരുപാട് തിന്മകൾ ചെയ്താൽ ഒരുപക്ഷെ അവസാന കാലത്തായിരിക്കും ആ തിന്മകൾ കൊണ്ടുള്ള പരീക്ഷണം അവൻ ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ ദുനിയാവിൽ തന്നെ തിന്മകൾ കൊണ്ട് ഒരുപാട് പരീക്ഷണങ്ങളും അതിൻ്റെ മോശം പര്യവസാനങ്ങളും ഉണ്ടാകും. അതാരാണ് ഭയപ്പെടാത്തതായിട്ടുള്ളത്? അപ്പം അത് ഭയപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്യട്ടെ? സ്വതക്കകൾ വർദ്ധിപ്പിക്കട്ടെ എന്നാണ് പറയുന്നത്. പരലോകത്ത് അതിനേക്കാൾ നമ്മൾ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് ലഭിക്കാൻ, അള്ളാഹു തആല നമ്മുടെ തിന്മക്ക് ദുനിയാവിലും ആഖിറത്തിലും നമ്മളെ ശിക്ഷിക്കാതിരിക്കാൻ ഒരാൾ എന്ത് ചെയ്യട്ടെ? സ്വതക്കകൾ കൊടുക്കട്ടെ എന്ന്. അതുപോലെ തിന്മക്കുള്ള മറ്റൊരു പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു ദൂഷ്യഫലം എന്ന് പറയുന്നത് തിന്മകൾ നമ്മുടെ കൽബിൽ കറുത്ത പുള്ളികൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ആ കറുത്ത പുള്ളികൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് റാനായി മാറും, അതിനൊരു കറ പിടിച്ചതുപോലെയായി മാറും. അതിനുശേഷം അവൻ നന്മകളായി ഉൾക്കൊള്ളാനോ തിന്മകളായി മനസ്സിലാക്കാനോ സാധിക്കുകയില്ല. അവൻ തകിടം മറിയും കാര്യങ്ങൾ. ഒരു പരിധി വിട്ട് തിന്മകൾ ചെയ്താൽ പിന്നീട് സത്യം ഉൾക്കൊള്ളാനോ സത്യത്തിലേക്ക് വരാനോ അത് തടസ്സമായി നിൽക്കും. അത് കുറഞ്ഞതോ കൂടിയതോ ആയ അളവിൽ പാപങ്ങൾ ചെയ്യുന്ന ആളുകളുടെ ഹൃദയത്തിൽ കറകളായിട്ടുണ്ട്. അത് അവരെ ഒരുപാട് നന്മകളിൽ നിന്നും പിറകോട്ട് വലിപ്പിക്കുന്നുണ്ട്. ഇത്തരം സ്വതക്കകൾ ചെയ്യുക വഴി അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതില്ലാതാക്കി കളയാൻ സാധിക്കും. കാരണം സ്വതക്കകൾ അത് പാപങ്ങളെ മായ്ച്ചു കളയുന്ന, തീ വെള്ളത്തെ അണച്ചു കളയുന്നത് പോലെ പാപങ്ങളെ ഇല്ലാതാക്കി കളയുന്ന കാര്യമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അള്ളാഹുവിൻ്റെ കോപത്തെ അത് കെടുത്തിക്കളയുമെന്നും പറഞ്ഞിട്ടുണ്ട്. സദഖത്തു സിർരി തുത്ഫിഉ ഗളബർ റബ്ബ്, രഹസ്യമായിട്ട് ഒരാൾ സദഖ കൊടുക്കുകയാണെങ്കിൽ അത് അള്ളാഹിൻ്റെ കോപത്തെ അണച്ചു കളയും, ഇല്ലാതാക്കി കളയും എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സദഖ വിശിഷ്ട രഹസ്യമായി വർദ്ധിപ്പിക്കുക, രഹസ്യമായിട്ട് തന്നെ സദഖകൾ കൊടുക്കുക. അങ്ങനെ പാപക്കറയിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ പരിശ്രമിക്കുക. ഓരോരുത്തർക്കും എത്രയാണോ കൊടുക്കാൻ സാധിക്കുന്നത് അതുപോലെ അവർ കൊടുക്കാൻ പരിശ്രമിക്കുക. അതിൻ്റേതായ ഉപകാരം ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാകും. അബ്വാബുൽ ഖൈറാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണീട്ടുള്ള നന്മയുടെ വാതിലുകളിലാണ്. പിന്നീട് പറയുന്ന മൂന്നാമത്തെ കാര്യം നിർബന്ധ നിസ്കാരങ്ങൾക്ക് ശേഷം അവൻ അധികരിപ്പിക്കേണ്ട സുന്നത്തായ നിസ്കാരമാണ്. അതിലേറ്റവും പ്രാധാന്യമുള്ള ഒരു നിസ്കാരമാണ് ഇവിടെ പറയുന്നത്. അത് ഖിയാമുൽ ലൈലാണ്. വസലാത്തുർ റജുലി മിൻ ജൗഫിൽ ലൈൽ, രാത്രിയുടെ ഉള്ളകങ്ങളിൽ ഒരാൾ നിസ്കരിക്കുക എന്ന് പറയുന്നത് ഖിയാമുൽ ലൈലിനെ കുറിച്ചിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സജദയിൽ പറഞ്ഞല്ലോ, തതജാഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഈ ആയത്താണ് ഓതിയിട്ടുള്ളത്. തതജാഫ ജുനൂബുഹും അനിൽ മദാജി, അവരുടെ പാർശ്വങ്ങൾ അവരുടെ കിടപ്പറകളിൽ നിന്നും അകലുന്നതാണ്. അത് അവർ അവിടെ നിന്ന് എഴുന്നേൽക്കുന്ന രംഗമാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അവർ എഴുന്നേൽക്കുന്നത്? എന്തുകൊണ്ടാണ് അവർ ഉറക്കമുണ്ടായിട്ടും അവർ അതിൽ നിന്നും എഴുന്നേൽക്കുന്നത്? യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ, ഭയപ്പാടോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിന് വേണ്ടിയിട്ടെന്നാണ്. എന്താണ് ഭയപ്പാടോടുകൂടി? അവരുടെ തിന്മകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, സ്വന്തത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് ഭയപ്പാടുണ്ടാകും. എന്താണ് പ്രതീക്ഷ? അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പ്രതീക്ഷയുണ്ട്. എൻ്റെ അമലിലേക്ക് നോക്കുമ്പോൾ പേടിയാണ്, പക്ഷെ അള്ളാഹുവിലേക്ക് ആലോചിക്കുമ്പോൾ അള്ളാഹു പാപങ്ങൾ പുറത്തു തരുന്നവരാണ്. ആ ഭാഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. രാത്രിയുടെ 1/3 ബാക്കിയുണ്ടാകുമ്പോൾ അള്ളാഹു പുറത്തു തരും. അത് കേൾക്കുമ്പോൾ പ്രതീക്ഷയുണ്ട്. ഇത് രണ്ടും ഒരു മുഅ്മിന്റെ മനസ്സിലുമാണ്. തിന്മകൾ ആലോചിച്ച് അള്ളാഹുലേക്ക് അടുക്കാൻ അവൻ എന്ത് ചെയ്യണം? സഹായകമാകണം. അതേപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അള്ളാഹുവിൽ എപ്പോഴും പ്രതീക്ഷയാണ് വേണ്ടത്, ഹുസ്നുൽ ളന്നാണ് വേണ്ടത്. അള്ളാഹു പുറത്തു തരും എന്ന് തന്നെയാണ് കരുതേണ്ടത്. ഇത് രണ്ടും ഒരുമിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്, യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ, അവൻ പ്രതീക്ഷയോടുകൂടിയും ഭയപ്പാടോടുകൂടിയും അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കും രാത്രിയുടെ അന്ത്യാമങ്ങളിൽ. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, എന്നിട്ട് അവൻ അതോടൊപ്പം തന്നെ അള്ളാഹു റിസ്ക് കൊടുത്തതിൽ നിന്നും എന്ത് ചെയ്യാണ്? അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്യുകയാണ്. ഇതൊക്കെ അവൻ ചെയ്യുന്നു. എന്നിട്ട് അള്ളാഹു തആല പറയുന്നു, ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അഅ്യുൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കണ്ണിന് കുളിർമയേകുന്ന മനോഹരമായ ആ ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗം, അതിനെക്കുറിച്ചിട്ട് ഫലാ തഅലമു നഫ്സുൻ, ഒരാൾക്കും അറിയുകയില്ല. ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല, ഒരു മനസ്സും ആലോചിച്ച്
കണ്ടെത്തിയിട്ട് സങ്കല്പിച്ചിട്ട് പോലുമില്ല. അതാണ് സ്വർഗം. കാരണം ഒരാൾക്കും സ്വർഗം അത് മനസ്സിലാക്കാനോ അതെത്ര ഭംഗിയുള്ളതാണെന്ന് അറിയാനോ സാധിക്കുകയില്ല. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ ദുനിയാവിൽ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രതിഫലമായി നൽകുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇവിടെ ഫർളായ നിസ്കാരങ്ങൾക്ക് പുറമെ സുന്നത്തായ നിസ്കാരങ്ങൾ, രാത്രിയുള്ള നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇവിടെ പണ്ഡിതന്മാർ പ്രത്യേകം പറയാം, രാത്രിയുടെ ഏറ്റവും അഫ്ളലായ നിസ്കാരം അതിൻ്റെ അവസാന സമയത്താണ്, സംശയമില്ല. എന്നാൽ ഒരാൾക്ക് എങ്ങനെ നോക്കിയാലും അത് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അയാൾക്ക് ഏതാണോ രാത്രിയിൽ എളുപ്പമുള്ള സമയം അതാണ് അയാളുടെ അഫ്ളലായ സമയം. അതായത് അഫ്ളലായ സമയത്ത് നിസ്കരിക്കാൻ പറ്റുന്നില്ല എന്നതുകൊണ്ട് പൂർണ്ണമായി പാടെ രാത്രി നിസ്കാരം ഉപേക്ഷിക്കേണ്ടതില്ല. ഒരാൾക്ക് ഇശാ ജമാഅത്ത് കഴിഞ്ഞതു മുതൽ ഫജറിൻ്റെ ബാങ്ക് കൊടുക്കുന്നത് വരെയുള്ള ഏത് സമയത്തും രാത്രി നിസ്കരിക്കാം. ഒരാൾക്ക് അതിൻ്റെ ആദ്യ സമയത്ത് മാത്രമേ സാധിക്കുന്നുള്ളൂ, രാത്രി അവസാനത്തിൽ എഴുന്നേൽക്കാനേ സാധിക്കുകയില്ല. അയാൾ ഒരുപാട് ഭാരിച്ച ജോലികളായിട്ട് ക്ഷീണത്തോടുകൂടി ഉറങ്ങുന്നവനാണ്, ഉറങ്ങിയാൽ പിന്നെ എഴുന്നേൽക്കുകയില്ല, അങ്ങനെയൊക്കെ ഭയപ്പെടുന്നുണ്ട്. അയാൾക്ക് എപ്പോഴാണ് അഫ്ളലായിട്ടുള്ള സമയം ആ സമയത്താണ് നിസ്കരിച്ചാൽ മതി. അതാണ് അയാളുടെ അഫ്ളലായ സമയം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. കാരണം ഓരോരുത്തരുടെയും അഫ്ളലായ സമയം മാറും. കാരണം അയാൾക്ക് ആ സമയം മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അയാൾക്ക് പറ്റുന്ന ആ സമയം അതാണ് അയാൾക്ക് ഏറ്റവും നല്ല സമയം. അതായത് ഏറ്റവും അഫ്ളലായ സമയത്ത് നമുക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് വിചാരിച്ചിട്ട് പൂർണ്ണമായി നമ്മൾ ഉപേക്ഷിക്കുകയല്ല അത് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തതജാഫ ജുനൂബുഹും അനിൽ മദാജി, അവർ പാർശ്വങ്ങളിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് അവർ അകലുന്നതാണ്, അവരുടെ കിടപ്പറയിൽ നിന്നും അകലുന്നതാണ് എന്നുള്ളതിന് സ്വഹാബികളിൽ നിന്ന് തന്നെ രണ്ട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന് നമ്മൾ ഈ കേട്ടതുപോലെ ഇശാക്ക് ശേഷമുള്ള ഖിയാമുൽ ലൈലാണ്. രണ്ടാമത്തത് മഗ്രിബിൻ്റെയും ഇശായിൻ്റെയും ഇടയിലുള്ള സുന്നത്ത് നിസ്കാരങ്ങളാണ്. അപ്പോൾ മഗ്രിബിൻ്റെയും ഇശായിൻ്റെയും ഇടയിൽ നിർണയിക്കപ്പെട്ട എണ്ണം നിശ്ചയിക്കപ്പെട്ട സുന്നത്തുകളില്ല. എന്നാൽ സ്വഹാബികളിൽ പലരും ചില ദിവസങ്ങളിൽ, എപ്പോഴുമല്ല, മഗ്രിബിൻ്റെയും ഇശയുടെയും ഇടയിൽ അവർ ഈരണ്ടായി സുന്നത്ത് നിസ്കരിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പം അതും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അഥവാ ആളുകൾ ഗഫ്ലത്തിലാകുന്ന ഒരു സമയമാണ് മഗ്രിബിൻ്റെയും ഇശായിൻ്റെയും സമയം. ആളുകൾ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണത്തിലായി ഇശാ വരെയുള്ള സമയത്ത് പലപ്പോഴും അശ്രദ്ധയിലാണ്, എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കളയുന്ന സമയമാണ്. അതുകൊണ്ട് ഈ സമയത്ത് ആളുകൾ ഗഫ്ലത്തിലാകുന്ന സമയത്ത് ഇബാദത്തുകളിൽ മുഴുകുക എന്നുള്ളതിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. അതുകൊണ്ട് മഗ്രിബിൻ്റെ ഇശായിൻ്റെ ഒക്കെ സമയത്ത് ദർസുകളും എൽമിയായ മജ്ലിസുകളൊക്കെ സംഘടിപ്പിക്കുന്നത് അതുകൊണ്ടാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. കാരണം ആളുകൾ പൊതുവെ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിക്കുന്ന ഒരു സമയമാണ്. പിന്നെ അവർ ഇശ വരെയുള്ള ഭക്ഷണം കഴിക്കുന്നവരെയുള്ള സമയത്ത് അവർ വെറുതെ അങ്ങനെ തീർത്തുകളെ. അപ്പോൾ ആ ആളുകൾ ഗഫ്ലത്തിലാകുന്ന ഏത് സമയം, ആളുകൾ അശ്രദ്ധയിലായി പോകുന്ന ഏത് സമയവും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഒരാൾ മാറിയിരുന്നാൽ അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. അതിൽപ്പെട്ടതാണ് മഗ്രിബ് ഇശാ സമയം എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നോക്കൂ, ഫർളായ കാര്യങ്ങൾ ആദ്യം പറഞ്ഞു കൊടുത്തു. ശേഷം ആ ഫർളിൻ്റെ ഇനങ്ങളിൽ നിന്നും സുന്നത്തായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അതെല്ലാം പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചോദ്യം വീണ്ടും, അലാ ഉഖ്ബിറുക ബിറഅസിൽ അംരി വഅമൂദിഹി വദുർവത്തു സനാമിഹി, ഞാൻ നിനക്ക് കാര്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ റസ്, അതിൻ്റെ തലയായിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു തരട്ടെ. വഅമൂദിഹി, അതിൻ്റെ നെടുന്തൂണായിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു തരട്ടെയോ. വദുർവത്തു സനാമിഹി, അതിൻ്റെ ഉയർന്നു നിൽക്കുന്ന പൂഞ്ഞ പോലെയുള്ള ഭാഗം, മുകളിൽ നിൽക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു തരട്ടെയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയോട് ചോദിക്കുകയാണ്. എന്താണ് റഅസുൽ അംർ എന്ന് പറഞ്ഞാൽ? കാര്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു കാര്യത്തിന് റഅസില്ലെങ്കിൽ, തലയില്ലെങ്കിൽ പിന്നെ നിലനിൽപ്പില്ല. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഒരുപാട് സൽക്കർമ്മങ്ങളൊക്കെ പറഞ്ഞല്ലോ, അബ്വാബുൽ ഖൈർ ഒരുപാട് പറഞ്ഞു കൊടുത്തു. അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് എന്താണെന്ന് ഒന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കാൻ. അതേപോലെ തന്നെ അതിൻ്റെ അമൂദ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു ഖൈമയുണ്ടെങ്കിൽ, ഒരു കൊട്ടാരമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കെട്ടിയിട്ടുള്ള ഒരു കൊട്ടാരമുണ്ട്, അതിൻ്റെ നെടും തൂണാണ്, ആ തൂണുണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. വദുർവത്തു സനാമിഹി എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിൻ്റെ ഉയർന്ന ഭാഗത്തിനാണ് അത് പറയുന്നത്. അത് പൊന്തി നിൽക്കുന്ന, അതിന് ഏറ്റവും ദൂരത്ത് ഷറഫായിട്ടുള്ള ഒരു ഭാഗം, അത് അറിയിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഖുൽതു ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ പറഞ്ഞു തരണം എന്നിവിടെ പറയുന്നുണ്ട്. ഖാല റഅസുൽ അംരി അൽ ഇസ്ലാം, കാര്യങ്ങളുടെ തല എന്ന് പറയുന്നത്, അതിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് പറയുന്നത് ഇസ്ലാമാണ്. ഇവിടെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൗഹീദാണ്. അത് ഈ പറയുന്ന സൽക്കർമ്മങ്ങളൊക്കെ ഒരാൾ ചെയ്താൽ അത് ഫലിക്കണമെങ്കിൽ ഒന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, റഅസുൽ അംരി അൽ ഇസ്ലാം, ഇസ്ലാമിലായിരിക്കണം. ഇസ്ലാമിലല്ലാതെ നീ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തത് കൊണ്ട് യാതൊരു കാര്യമില്ല. ഇസ്ലാമിലാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൗഹീദിലാണെന്നല്ലാതെ മറ്റൊന്നുമില്ല. കാരണം തൗഹീദ് ഇല്ലാത്തവന് ഇസ്ലാമില്ല, ഇസ്ലാമിലുള്ളവന് തൗഹീദും ഉണ്ടാകും. ഇല്ലാത്തവന് പേര് കൊണ്ടോ നാട് കൊണ്ടോ വംശം കൊണ്ടോ ഖബീലയിൽ ജനിച്ചത് കൊണ്ടോ ഗോത്രത്തിൽ ജനിച്ചത് കൊണ്ടോ മുസ്ലിം ആവാൻ സാധിക്കില്ല. അങ്ങനെയുള്ളൊരു മതമല്ല ഇസ്ലാം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പ്രാദേശികമായി ഇന്ന നാട്ടിൽ അറബി ആയാൽ അയാൾ മുസ്ലിം ആകാൻ സാധിക്കും. അതല്ലെങ്കിൽ ഇന്ന കബീലയിൽ ഇന്ന ഗോത്രത്തിൽപ്പെട്ടാൽ നബി കുടുംബത്തിൽപ്പെട്ടാൽ മുസ്ലിം ആകാൻ സാധിക്കും. അങ്ങനെ ഇസ്ലാമിലില്ല. തൗഹീദ് ഉണ്ടെങ്കിൽ മാത്രമേ ഇസ്ലാമുള്ളൂ. അതുകൊണ്ട് കാര്യം മനസ്സിലാക്കുക, റഅസുൽ അംരി അൽ ഇസ്ലാം, ഇസ്ലാമിലാണ് കാര്യം. ഇസ്ലാമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇസ്ലാം ഇല്ലെങ്കിൽ നീ കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. നീ രാത്രി എഴുന്നേറ്റ് മുഴുവൻ നിസ്കരിക്കുന്നുണ്ട്,
നിന്റെ കാൽപാദം വിണ്ടുകീറിയിട്ടുണ്ട്, പകലിൽ നോമ്പെടുത്തിട്ട് ക്ഷീണിച്ചിട്ട് നിന്റെ തൊണ്ട വരണ്ടിട്ടുണ്ട്, യാതൊരു കാര്യവുമില്ല. ഒരുപാട് സാധുക്കളുടെ കണ്ണീരൊപ്പാൻ വേണ്ടി നീ സ്വതക്കകൾ രാവും പകലും കൊടുത്തിട്ടുണ്ട്, യാതൊരു കാര്യവുമില്ല. തൗഹീദില്ലെങ്കിൽ ഇതെല്ലാം പാഴായ കാര്യങ്ങളാണ്. ദുനിയാവിലോ ആഖിറത്തിലോ ഒരു ഉപകാരവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയില്ല. പിന്നീട് പറഞ്ഞു അമൂദുഹു അസ്സല, ഈ കാര്യങ്ങളുടെ എല്ലാം നെടുന്തൂണെന്ന് പറയുന്ന നിസ്കാരമാണ്. കാരണം നിസ്കാരം ഉപേക്ഷിച്ചാൽ ദീനുൽ ഇസ്ലാം എന്ന് പുറത്തു പോകും. നിസ്കാരമില്ലാതെ ബാക്കി സൽക്കർമ്മങ്ങളൊന്നും ചെയ്തുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നൊന്നുകൂടി ഉറപ്പിക്കുന്ന ഒരു കാര്യമാണിത്. നിസ്കാരമില്ലാത്തവൻ മുസ്ലിം അല്ല എന്ന് പറയുന്ന പണ്ഡിതന്മാർ ഈ ഹദീസിനെ തെളിവാക്കിയിട്ടുണ്ട്. കാരണം അതിന്റെ നെടുന്തൂണാണ് നിസ്കാരം എന്ന് പറയുന്നത്. വദർവത്തു സനാമിഹി അൽ ജിഹാദ് ഫീ സബീലില്ലാ, അതിന്റെ ഉയർന്നു നിൽക്കുന്ന പൂന്നയായിട്ടുള്ള ഭാഗം അൽ ജിഹാദ് ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക, ജിഹാദ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ 8ാമത്തെ ഹദീസ് ഉമിർതു അൻ ഉഖാതില നാസ് എന്ന ഹദീസിൽ ജിഹാദുമായി ബന്ധപ്പെട്ട എന്താണ് ജിഹാദു ശർഈ, അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടുള്ള ജിഹാദ് എന്താണ്, അതിന്റെ നിബന്ധനകൾ എന്താണ്, വളരെ വിശദമായി അവിടെ പറഞ്ഞിട്ടുണ്ട്. അഥവാ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആ കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായി അവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലുമൊക്കെ കൊച്ചു സംഘങ്ങളായി എവിടെയെങ്കിലുമൊക്കെ പോയി ബോംബ് പൊട്ടിക്കലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളെ അവരെ അന്യായമായി വധിക്കലോ, ആർക്കെങ്കിലും നേരെ മിസൈലുകൾ പായിപ്പിക്കലോ, ഇതൊന്നും ജിഹാദ് ആയിക്കൊള്ളണമെന്നില്ല. ജിഹാദിന് അതിൻ്റെ നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിക്കപ്പെട്ടാൽ മാത്രമേ എന്താവുകയുള്ളൂ, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ ജിഹാദ് ആവുകയുള്ളൂ. നിസ്കാരത്തിന് നിബന്ധനകൾ ഉള്ളതുപോലെ, നോമ്പിന് നിബന്ധനകൾ ഉള്ളതുപോലെ, ഹജ്ജിനും സക്കാത്തിനുമൊക്കെ അതിൻ്റെതായ നിബന്ധനകൾ ഉള്ളതുപോലെ ജിഹാദ് എന്ന് പറയുന്ന സൽക്കർമ്മത്തിനും അതിൻ്റെ നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിക്കപ്പെട്ടാൽ മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുക. അത് വിശദമായി അവിടെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഈ ജിഹാദിൽ ഇവിടെ ഉൾപ്പെടുന്ന കാര്യമാണ് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന് പറയുന്ന കാര്യം. അതേപോലെ ഇൽമ് പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ജിഹാദാണ്. ഇൽമ് പ്രചരിപ്പിക്കുക, അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുക. ഒരാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ഇസ്ലാമിൻ്റെ ഉയർന്നു നിൽക്കുന്ന ഭാഗം അവൻ അത് അലങ്കരിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി അവൻ പണിയെടുത്തിട്ടുണ്ട് എന്നാണ്. ഇസ്ലാമിൻ്റെ വിമർശകരെ, ദീനുൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിമർശകരെ, അവരെ വിമർശിക്കുകയും അവർക്കുള്ള മറുപടികൾ എഴുതുകയും ചെയ്യുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദായിട്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് വീണ്ടും പറയാണ്, അലാ ഉഖ്ബിറുക ബിമലാക്കി ദാലിക കുല്ലി, ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന, കൺട്രോൾ ചെയ്യുന്ന, ഇതിൻ്റെ എല്ലാം ഉടമപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയുണ്ട്, അത് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്. ഖുൽതു ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ എനിക്ക് പറഞ്ഞു തരണം എന്ന് ഞാൻ പറഞ്ഞു എന്ന് അദ്ദേഹം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തൻ്റെ നാവ് ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് എന്ത് ചെയ്തു, അത് പിടിച്ചു. എന്നിട്ട് പറയാണ്, കുഫ അൻക ഹാദാ, അത് പിടിച്ചിട്ട് കാണിച്ചു കൊടുത്തു ആദ്യം. എന്നിട്ട് വിട്ടു പറഞ്ഞു, കുഫ അൻക ഹാദാ, നീ ഇത് പിടിച്ചു വെക്കണം എന്ന് പറഞ്ഞു. അപ്പം നാവ് പിടിച്ചു വെക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്കുനേരെ പറഞ്ഞാൽ അവിടെ മതിയാകുന്നതായിരുന്നു. പക്ഷേ എന്തിനാണ് അവിടുന്ന് നാവ് പുറത്തിട്ടത് പിടിച്ചു കൊടുത്തത്? കാരണം നാവ് ശരിക്കും അങ്ങോട്ട് പിടിച്ചു വെക്കേണ്ടതുണ്ട്. അത് നിസ്സാരമായൊരു കാര്യമല്ല. നമ്മൾ വളരെ പരിശ്രമിച്ചുകൊണ്ട് തന്നെ പിടിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് നാവ് എന്ന് പറയുന്നത് എന്നറിയിക്കുന്നതിന് വേണ്ടി, സ്വഹാബിക്ക് നന്നായി ഉൾക്കൊള്ളുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാൻ. കാരണം അവിടുന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇദാ അസ്ബഹ ഇബ്നു ആദം, ഒരു മനുഷ്യൻ പ്രഭാതത്തിൽ പ്രവേശിച്ചാൽ തുകഫിറുൽ അഅ്ലാഉൽ ലിസാനി ഫതഖൂലു ഇത്തഖില്ലാഹ ഫീന, ആ മനുഷ്യൻ്റെ ശരീരത്തിലെ മറ്റ് അവയവങ്ങളെല്ലാം തന്നെ നാവിനോട് ഒരു തേട്ടം പറയുന്നുണ്ട്, ഇത്തഖില്ലാഹ ഫീന, നാവേ നീ ഞങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറയും. എന്നിട്ട് അവിടുന്ന് പറയുന്ന ആ ശരീരാവയവങ്ങൾ പറയുമെന്നാണ്, ഫൈന്നമാ നഹ്നു ബിക്, നമ്മളൊക്കെ നിന്റെ അടിസ്ഥാനത്തിലാണ്. ഫൈൻ ഇസ്തഖംത ഇസ്തഖംന, നീ നേരെ ചൊവ്വെ നിലനിന്നാൽ നമ്മളൊക്കെ നേരെ ചൊവ്വെ നിലനിൽക്കും. വൈൻ വജജ്ത വജജ്ന, നീ വക്രതയിലായി പോയാൽ, വളഞ്ഞും തിരിഞ്ഞും പോയി, നാവ് ശരിക്കും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മളും തെറ്റിപ്പോകും എന്നാണ്. അപ്പം നാവ് കൊണ്ട് ശരീരം മുഴുവനും നരകത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരും എന്നുള്ളതാണ് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നാവിൻ്റെ ആ പ്രാധാന്യത്തെക്കുറിച്ച്, നാവ് സൂക്ഷിക്കേണ്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ. കാരണം ഈ പറയുന്ന സൽക്കർമ്മങ്ങളെല്ലാം നിഷ്പ്രയാസം പൊളിച്ചു കളയാൻ നാവ് മതിയായതാണ്. എത്ര നിസ്കാരം ഉണ്ടാക്കിയിട്ടും, എത്ര സക്കാത്ത് ചെയ്ത് കൊടുത്തിട്ടും, എത്ര ഹജ്ജ് ചെയ്തിട്ടും, അതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തിട്ടും ഇതിനെല്ലാം പൊളിച്ചു കളയാൻ നിഷ്പ്രയാസം സാധിക്കും നാവ് കൊണ്ടുണ്ടാകുന്ന വിപത്തുകൾ കൊണ്ട്. ആ നാവുകൾ പരലോകത്തെത്തിയാൽ അത് അവന് കാണാൻ സാധിക്കും. ആ നാവുകൾ കൊണ്ട് എന്താണ് അവൻ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് ഒരു ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ അവനൊരു വാക്ക് പറയുന്നതായിരിക്കും, അവൻ അതിനെക്കുറിച്ചിട്ട്, അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചിട്ട് ഗൗനിക്കുന്നൊന്നുമില്ല. അവനൊരു കലിമത്ത്, ഒരു വാക്ക് മാത്രം പറയുന്നുണ്ട്. എന്നാൽ അത് അവനെ
രണ്ട് കിഴക്ക് പടിഞ്ഞാറ് എത്ര ദൂരമുണ്ടോ അത്രയും താഴെ നരകഗർത്തത്തിൽ പതിപ്പിക്കാൻ മാത്രം കാരണമായ ഒരു വാക്കാണ്, ഒറ്റ വാക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. തിരിച്ചും അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചില വാക്കുകളുണ്ട്, അത് പറയുന്ന സമയത്തും അതിന് അത്രമാത്രം പ്രാധാന്യമുണ്ടായിരുന്നു എന്നൊരാൾ ചിന്തിച്ചിട്ടില്ല. പക്ഷെ അത് ആ നിലക്ക് സ്വർഗത്തിലേക്ക് ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കാൻ ആ വാക്ക് മതിയായിട്ടുണ്ട് എന്നാണ്. അപ്പം നാവ് എന്ന് പറയുന്നത് അത് ഇരുതല മൂർച്ചയുള്ള ഒരു കത്തിയെ പോലെയാണ്. അത് ശരിക്കും പ്രയോഗിച്ചിട്ടില്ലെങ്കിൽ അത് നമുക്കെതിരെ തിരിയും. അത് നന്നായി പ്രയോഗിച്ചാൽ അത് ആ നിലക്ക് ഉപകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തിലേക്ക്, കാരണം ഏറ്റവും അവസാനമാണ് നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു കൊടുക്കേണ്ടത്. കാരണം ഇതെല്ലാം പറഞ്ഞിട്ട് നാവിൻ്റെ കാര്യം ഒരാൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതെല്ലാം പൊളിഞ്ഞു പോകുമെന്നുള്ളത് കൊണ്ടാണ്. ഇത് കേട്ടപ്പോൾ സഹാബി ചോദിച്ചു, ഖുൽതു വഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലമു ബിഹി, നമ്മൾ സംസാരിക്കുന്ന വിഷയം കൊണ്ട് നമ്മൾ പിടികൂടുമോ, അഥവാ അതൊക്കെ നമുക്ക് ശിക്ഷക്കൊക്കെ കാരണമാകുന്ന വലിയ വിഷയമാണോ നാവിൻ്റേത് എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുന്ന് ഒരല്പം അരിശമുണ്ടായി. അവിടുന്ന് പറഞ്ഞു, സഖിലത്ക ഉമ്മുക യാ മുആദ്, മുആദേ നിന്റെ ഉമ്മക്ക് വിരഹ ദുഃഖം, അഥവാ നിന്റെ ഉമ്മയെ നിനക്ക് നഷ്ടപ്പെടട്ടെ എന്നാണ് യഥാർത്ഥത്തിൽ പറയുന്നത്. നിന്റെ ഉമ്മ മരിച്ചു പോകട്ടെ എന്നാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പരിഭാഷ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അറബികൾ ഉപയോഗിക്കുന്ന ഇങ്ങനെയുള്ള ഒരുപാട് വാക്കുകൾ അതുകൊണ്ട് അതിൻ്റെ യഥാർത്ഥാർത്ഥം ഉദ്ദേശിക്കുക ഇല്ല എന്നുള്ളത് അറിയപ്പെട്ട കാര്യമാണ്. മറിച്ച് കാര്യം ഗൗരവമുള്ളതാണ്. നിന്റെ ഉമ്മയെ നിനക്ക് നഷ്ടപ്പെടുന്നത് എത്രമാത്രം ഗൗരവമാണോ അത്രയും ഗൗരവം, ആ ഗൗരവത്തിൽ നീ പറയുന്ന കാര്യം കേൾക്കണം എന്ന രീതിയിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി പൊതുവെ ഉപയോഗിക്കപ്പെടാറുള്ള വാക്കാണ്. സമാനമായ ഒരുപാട് വാക്കുകൾ പറയാറുണ്ട്. തരിബത് യദാക്, നിന്റെ ഇരു കൈകൾ മണ്ണ് പുരണ്ടട്ടെ എന്ന് പറഞ്ഞാൽ നിനക്ക് ദാരിദ്ര്യം എന്നാണ് പറയുന്നത്. അതെന്തിനാണ് അത് പറയുന്നത്? അത് ഗൗരവമുള്ള കാര്യം പറയാനാണ്, അതല്ലാതെ ഒരാൾക്കെതിരെ പ്രാർത്ഥിക്കുന്നതല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹൽ യകുബ്ബു الناس على وجوههم أو على هل يكب الناس على وجوههم أو على مناخرهم إلا حصائد ألسنتهم. ജനങ്ങളെ നരകത്തിലേക്ക് പതിപ്പിക്കുന്ന, നരകത്തിലേക്ക് വീഴാൻ, മുഖം കുത്തി വീഴാൻ, അല്ലെങ്കിൽ ആ നിലക്ക് ജനങ്ങൾ നരകത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാകുന്നത് ഇല്ല ഹസായിദു അൽസിനത്തഹും, അവരുടെ നാവ് കൊയ്ത കാര്യങ്ങളല്ലാതെ മറ്റെന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. കാരണം ഒരുപാട് ആളുകൾ നരകത്തിലേക്ക് പ്രവേശിക്കാൻ നാവ് തന്നെ മതിയായതാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നാവിൻ്റെ വിഷയം നന്നായി ശ്രദ്ധിക്കണം എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് മുൻഗാമികളിൽ പലരും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. ദീർഘകാലം ജയിലിലടക്കേണ്ട ഒരു അവയവമാണ് നാവ് എന്ന് പറഞ്ഞവരെ കാണാൻ സാധിക്കും. അതുപോലെ നാവിൻ്റെ വിഷയത്തിൽ ഒരുപാട് മഹാന്മാരായ മുൻഗാമികൾ ശ്രദ്ധിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. അവർ പരമാവധി നാവിനെ സൂക്ഷിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് കൂടി കേൾക്കാം. ഫൈന്നക സാലിമുൻ മാ സക്കത്ത്, നീ മിണ്ടാതിരിക്കുന്നിടത്തോളം കാര്യം നീ സുരക്ഷിതനാണ്. ഫൈൻ തകല്ലം തകാന ലക ഔ അലൈക്, നീ സംസാരിച്ചാൽ അത് ഒന്നുകിൽ നിനക്ക് അനുകൂലമാകും അല്ലെങ്കിൽ നിനക്കെതിരാകും. നീ സംസാരിക്കാത്തിടത്തോളം നീ രക്ഷപ്പെട്ടു. അതുകൊണ്ട് പറയുമ്പോൾ എന്ത് ചെയ്യണം? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, അല്ലാഹുവിൽ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഖൈറാന്ന് ഉറപ്പുള്ളത് പറയട്ടെ, നന്മയുണ്ട് എന്ന് ഉറപ്പുള്ളത് പറയട്ടെ, ഉറപ്പില്ലെങ്കിൽ ഫല്യസ്മുത്, മിണ്ടാതിരിക്കട്ടെ എന്നാണ്. പസ്സിൽ നമ്മൾ എന്ത് ചെയ്യുക? നന്മ ഉള്ളത് മാത്രം പറയുക. ഒരു കാര്യം നന്മയും തിന്മയും മനസ്സിലായിട്ടില്ലെങ്കിൽ അത് വ്യക്തമാകുന്നത് വരെ ഒന്ന് പറയാതിരിക്കുക. തിന്മയാണെന്ന് മനസ്സിലായ പൂർണ്ണമായി ഉപേക്ഷിക്കുക. ഇതാണ് ചെയ്യേണ്ടത് നാവിൻ്റെ വിഷയത്തിൽ എന്നുള്ളത് കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ സഹോദരങ്ങളെ, ഒരുപാട് ഖൈറുകൾ അറിയിക്കുന്ന ഒരു ഹദീസാണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗം ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്ത വാചകങ്ങളാണിത്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്ത ഉപദേശങ്ങളാണിത്. നമ്മളും ഇത് ഉൾക്കൊള്ളുക. ഇത് ആവർത്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു മുസ്ലിമിന് എപ്പോഴും അവൻ്റെ കൂടെ തന്നെ, അവൻ്റെ കൺമുന്നിൽ തന്നെ ഉണ്ടായിരിക്കേണ്ട ഒരു ഹദീസാണ്. കാരണം ഒരാളുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന കാര്യങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുരുങ്ങിയ രൂപത്തിൽ ഈ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങൾ ചെയ്യാനും അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമുക്ക് സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങളിൽ അല്ലാഹു തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. വഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.